നീലാംബരി രചന നീലാംബരി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. നീലാംബരി ഡോറിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും കുറെ പേര് അവൾ ഇടിച്ചുമറിച്ച് അകത്തേക്ക് കയറിപ്പോയി. ജാന്റെ അലർച്ചയിൽ അത്ര നേരം കാഴ്ച കണ്ട് രസിച്ചെന്നവർ തെറിച്ചുപോയി എന്ന് വേണം പറയാൻ. ഈടാര ഇപ്പൊ പടക്കം പൊട്ടിച്ചെന്ന ഭാഗത്തിൽ നിന്നുപോയി നീലാംബരി. ജാൻ അവൾക്കടുത്തേക്ക് ചൂടുകൾ വെച്ചതും അത് ശ്രദ്ധിച്ച കിരൺ പെട്ടെന്ന് അവന് മുമ്പിൽ കയറി അവളെ ചേർത്ത് പിടിച്ചു. കാരണം കിരണിന് ഭയമായിരുന്നു ദേഷ്യത്തിൽ നിൽക്കുന്ന ജാൻ അവളെയും വല്ലതും പറഞ്ഞാലോ എന്ന്. ചെക്കിന് ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ. മാത്രമല്ല കീർത്തനയുടെ കവിള് വീർത്തിരിക്കുന്നവൻ കണ്ടിരുന്നു. ജാന് കിരണിനെ അരച്ചു കലക്കി കുടിക്കാനാണ് തോന്നിയത്. പക്ഷേ ദേഷ്യത്തിൽ നീലാംബരി തന്നെ നോക്കുന്നുണ്ടോ ജാന്റെ ഉള്ളിൽ ഒരു പിടപ്പനുഭവപ്പെട്ടു. നീലാംബരിയുടെ മനസ്സിൽ താൻ പറയുന്ന ഒരു നിമിഷം പോലൊന്ന് കേൾക്കാതെ പരിക്ക് പറ്റിയ തന്റെ കയ്യിൽ കയറി പിടിച്ച് വേദനിപ്പിച്ചു എന്ന് മാത്രമല്ല, കീർത്തന അവന്റെ മുമ്പിൽ വെച്ചാണല്ലോ അവളെ പിടിച്ച് തള്ളിയതും. ജാൻ കീർത്തനയ്ക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടാണല്ലോ അവൾ തന്നോട് അങ്ങനെ ചെയ്തു. അപ്പോൾ കീർത്തന മുമ്പ് പറഞ്ഞാൽ കാര്യമുണ്ടെന്നും ഇവർ തമ്മിൽ എന്തോ ഒരു ബന്ധം ഉണ്ടാകുന്ന അവൾക്ക് തോന്നി. കിരണും കാവ്യയും നിലയെ അന്തം വിട്ട് നോക്കിയാണ്. കാരണം ജാൻ എന്ന് കേട്ടാൽ മുട്ടി ഉറച്ചിരുന്നവളാണ് ഇന്ന് അവനെ നോക്കി പേടിപ്പിക്കുന്നത്. ജാനാണെങ്കിൽ ഞാനൊന്നും ചെയ്തില്ലെന്ന ഭാവത്തിൽ നിൽക്കുന്നു. അപ്പൊ പ്രശ്നം ഇവർക്കിടയിലാണെന്ന് ഇരുവർക്കും മനസ്സിലായി. പെട്ടിയും കിടക്കെടുത്തിട്ട് നീ ഇത് എങ്ങോട്ടാ നില? കിരൺ നിലയോടായി ചോദിച്ചു. കിരണേട്ടിന് കണ്ടൂടെ? ഇത് എൻ്റെ ഇവിടെയും ബാഗാ. ഞങ്ങൾ ഹാഫ് ഡേ ലീവ് എടുത്തു പോകുക. ദേഷ്യം കുറച്ച് കിരണിന്റെ നേർക്ക് അവൾ വാരി വിതറി. കാവ്യ നിലയുടെ കയ്യിൽ നിന്ന് സ്വന്തം ബാഗ് വാങ്ങി. എൻ്റെ ഫോൺ എടുത്തോ നീ? കാവ്യ ബാഗ് വാങ്ങുന്നതിൽ നിലയോട് ചോദിച്ചു. പോയി അന്വേഷിക്കും. നീ വരുന്നുണ്ടോ? ഞാൻ പോകുന്നു. കാവ്യക്ക് എന്തെങ്കിലും തിരിച്ചു പറയാൻ നാവ് ചൊറിഞ്ഞു വന്ന. പക്ഷെ ജാൻ നിൽക്കുന്ന കാരണമൊന്നും പറയാനും പറ്റുന്നില്ല. ജാനിന്റെ ചുണ്ടിലെ ഒരു ചെറുപുഞ്ചിരി വിരിഞ്ഞു. ഷർട്ടിന്റെ മുമ്പിൽ കോർത്തിട്ടിരിക്കുന്ന സൺഗ്ലാസ് എടുത്ത് മുഖത്ത് വെച്ച് അവൾ ലിഫ്റ്റിന് നേരെ നടന്നു. കാവ്യ ബാഗിൽ നോക്കിയപ്പോൾ അവളുടെ ഫോൺ അതിൽ തന്നെ ഉണ്ടായിരുന്നു. കിരണാണെങ്കിൽ കിളി പോയി കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു. ലിഫ്റ്റ് ഓപ്പൺ ആയപ്പോൾ എല്ലാവരും ഒരുമിച്ച് അകത്തേക്ക് കയറി. നീലാംബരി വെറുതെ കുനിഞ്ഞങ്ങനെ നിന്നു. ജാൻ അവളെ തന്നെ ഇമച്ചിമാർ നോക്കി നിന്നു. സൺഗ്ലാസിന്റെ ഒരു പവറേ. കിരൺ കാവ്യെ നോക്കി എന്താ ഇവിടെ നടന്നെന്ന പോലെ എന്തൊക്കെയോ ചോദിച്ചു. കാവ്യ എനിക്കെങ്ങനെ അറിയാനെന്ന മട്ടിൽ അവനെ നോക്കി. ഗ്രൗണ്ട് ഫ്ലോറിൽ നിലയും കാവ്യ ഇറങ്ങി. ജാനു കിരണും പാർക്കിങ്ങിലേക്കാണ് പോയത്. നിനക്കിത് എന്താ പറ്റിയെന്നില്ല? നീ എന്താ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നു? അതും ജാന്റെ മുമ്പിൽ വെച്ച്? അല്പം ദേഷ്യത്തിൽ കാവ്യ ചോദിച്ചു. അയാൾ തന്നെ പിടിച്ച് വിഴുങ്ങോ? ആരും ശരിയല്ല കാവ്യ. ആ കീർത്തന ആരുടെ ബലത്തിലാണ് ഇത്രയും ദിവസം നമ്മൾ ദ്രോഹിച്ചെന്ന് ഇന്നാ എനിക്ക് മനസ്സിലായത്. ആരും നമ്മൾ കരുതും പോലെയല്ല കാവ്യ. നീ ഇത് എന്തൊക്കെയാ പറയുന്നത്? ഞാൻ മെന്റലിസ്റ്റ് ഒന്നല്ല. നിന്റെ മനസ്സിലെന്താന്ന് വായിക്കാം. നീ കാര്യം പറഞ്ഞില്ല. ഓരോന്ന് പറഞ്ഞു നടന്നു പോകുന്ന നിലയെ കാവ്യ കയ്യിൽ പിടിച്ച് അവിടെ നിർത്തി. നില കണ്ണുകൾ നിറച്ച് അവളെ നോക്കി. ഓഫീസിന് പുറത്ത് ജാനോട് സംസാരിച്ച് മൊത്തം പറഞ്ഞില്ലെങ്കിലും ലീവ് ചോദിക്കാൻ പോയപ്പോൾ അവൻ കേൾക്കാൻ കൂട്ടാക്കാതെ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ച് വേദനിപ്പിച്ചുകൊണ്ട് മാറ്റി നിർത്തിയെന്നു. അത് കണ്ടുകൊണ്ട് വന്ന കീർത്തനയുള്ള പുറകിലേക്ക് തള്ളി അവൾ ഭിത്തിയിൽ പോയി ഇടിച്ചു എന്നൊക്കെ കാവ്യയോട് നില പറഞ്ഞു. കീർത്തന പറയാറുള്ളത് ശരിയാണെന്നും ജാനും കീർത്തനയും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നും നില കാവ്യയോട് പറഞ്ഞപ്പോൾ അവൾക്കും ചെറിയൊരു സംശയം തോന്നാതിരുന്നില്ല. ഇതേസമയം ജാനും കിരണും പാർക്കിങ്ങിൽ നിന്നും കാറും എടുത്ത് ഓഫീസിന്റെ ഗേറ്റിന് നേരെ വരികയായിരുന്നു. ഉണ്ടായ കാര്യങ്ങൾ ജാൻ കിരണിനോടും ഇതിനോടകം പറഞ്ഞിരുന്നു. അതും പറയേണ്ട കാര്യങ്ങൾ മാത്രം. എന്തായാലും നീ ആ കൊച്ചിന്റെ വയ്യാത്ത കയ്യിൽ പിടിച്ച് അമർത്തിയത് ശരിയായില്ല. പാവം, ചുമ്മാതല്ല അവൾക്ക് ദേഷ്യം വന്നത്. കിരൺ ജാനെ കുറ്റപ്പെടുത്തി. ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് നീ കരുതുന്നത്? എനിക്കതാ ചുമ്മാ കയറിയതിന് വേദനിപ്പിക്കാൻ. വഴിയിൽ നിന്ന് മാറാൻ തടഞ്ഞു നിർത്തിയ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഉമ്മ വെക്കണോ? ഡാഡോട് വെയിറ്റിംഗില്ല. കൂടാതെ ശ്രീനിവാസങ്ങളും ഫാമിലിയുണ്ട്. ഇന്ന് തന്നെ ട്രിവാൻഡ്രത്തെത്തണം. ഇപ്പൊ തന്നെ ലേറ്റായി. നിന്റെ കൊച്ചിന് ഞാനിന്ന് ഹാഫ് ഡേ ലീവ് കൊടുത്താ പിന്നെ അവൾക്ക് എന്നോട് എന്തോ പറയാനുണ്ടായിരുന്നു. ഞാൻ അവളെ വിളിച്ചോളാന്ന് പറഞ്ഞോ. അതിനിടയില്ല അവളുടെ ഒരു സോറി. ജാന എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞപ്പോൾ കിരണ കിളി പോയി. ഓഹോ, നിന്നെ തടഞ്ഞു നിർത്താൻ മാത്രം നിങ്ങൾ തമ്മിൽ എപ്പോഴാ അത്രക്ക് അടുപ്പായത്? പോരാത്തിന് നീ വിളിച്ചോളാന്നൊക്കെ. എവിടേക്ക് എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ടല്ലോ. പിന്നെ ആ സോറി അതെന്തിനാ? ചീഞ്ഞ് നാറുന്നുണ്ടെങ്കിൽ നീ കാർന്നറിയിക്കോ. ഗെറ്റ് ഔട്ട്. ഒന്നുപോയി. പിന്നെ ഞാനിവിടുന്ന് പറക്കുവോ? ആ കീർത്തനയ്ക്ക് നിലയോട് ഇത്ര ദേഷ്യം എന്താണ്? അതെനിക്ക് മനസ്സിലാവാത്തത്. അവൾക്ക് കൊഴുപ്പാ. അവളെ കൈ വേദനിച്ചപ്പോ ഒരു സോറി പറയാന്ന് വിചാരിച്ചു നിന്നപ്പോഴാ ആ മറ്റേ മോളെന്റെ പെണ്ണിനെ അല്ല നിന്റെ കൊച്ചിനെ പിടിച്ച് തള്ളിയത്. അറ്റ് ദാറ്റ് ടൈം ഐ ഫെൽറ്റ് ലൈക്ക് കില്ലിങ് ഹെർ. കിരൺ ജാനിയെ തുറിച്ചു നോക്കി. എന്താണോ നോക്കുന്നത്? നീനെ കണ്ടിട്ടില്ലേ? അതല്ലല്ലോ, ഞാൻ നേരത്തെ ചോദിച്ചതിന് എനിക്ക് ഉത്തരം കിട്ടിയില്ല. വാട്ട്? നീ എന്റെ നിലക്കൊച്ചും തമ്മിൽ എപ്പോഴാ ഇത്രയും സംസാരമൊക്കെ തുടങ്ങിയെന്ന് എനിക്കെന്തോ ഒരു. നിനക്ക് എന്തുണ്ടയാണെന്നാ? ഷീസ് മൈ സ്റ്റാഫ്. അതിന് സംശയമല്ലോ ഉണ്ടോ നിനക്ക്? മാത്രല്ല അവൾ ആ നില ഇന്നാ എന്നോട് മര്യാദക്കൊന്ന് സംസാരിച്ച പോലും. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഡ്രൈവ് ചെയ്ത് അവൻ കാവ്യ നിലയിൽ നടന്നു പോകുന്നിടത്തെത്തി. തങ്ങളുടെ മുമ്പിൽ വലിയ ഒച്ചയോടെ ഒരു കാറ് ബ്രേക്ക് ഇടുന്നു. അതിൽ നിന്ന് കിരൺ പുറത്തേക്ക് തെറിച്ച് വീഴും പോലെ ഇറങ്ങുന്നു. പിന്നീട് ആ കാറ് ചീറിപ്പാഞ്ഞു പോകുന്നു. നിലയും കാവ്യയും ഞെട്ടലോടെ നോക്കി നിന്നു. ഒരു ഇളിച്ച മുഖവുമായിട്ട് കിരൺ അവൾക്കടുത്തേക്ക് വന്നു. വാ പോവാ. കിരൺ പറഞ്ഞിട്ട് ഇരുവരും സംശയത്തോടെ അവനെ നോക്കി. എങ്ങോട്ട്? കാവ്യ കിരണിനോട് ചോദിച്ചു. ഹോസ്റ്റലിൽ തപ്പാൻ. ഞങ്ങൾ ഹോസ്റ്റലിൽ തപ്പാൻ ഇറങ്ങിയാണെന്ന് ആരെ കിരണേട്ടനോട് പറഞ്ഞ്?
നീലാംബരി അവരോട് ചോദിച്ചു. ഒന്നടങ്ങ് പെങ്ങളെ, എന്നെ നീലാംബരി കൊച്ചിന് ഹോസ്റ്റലിൽ തപ്പാൻ സഹായിക്കടാന്ന് പറഞ്ഞിട്ടാ അവൻ എന്നെ ഇറക്കി വിട്ട്. ആര്? നീലയും കാവ്യ ഒരുമിച്ച് ചോദിച്ചു. മിസ്റ്റർ CEO. ഒരു കൂസലമില്ലാതെ കിരൺ പറഞ്ഞു. കാവ്യ, ഇങ്ങനെ നീ തട്ടണോ അതോ ഞാൻ തട്ടണോ? ഇരുകൈ ഇടുപ്പിൽ കുത്തി നീലാംബരി കാവ്യയോട് ചോദിച്ചു. നിന്റെ പേരിൽ അപവാദം പറഞ്ഞുകൊണ്ട് നീ തന്നെ തട്ടിക്കോ, ഞാൻ വേണമെങ്കിൽ രണ്ടാം കക്ഷിയാവാം. കേൾക്കേണ്ട താമസം നീല കിരണിന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. മോളെ, ഏട്ടന് വേദനിക്കുന്നു, വീടടി കുട്ടിപ്പിശാചെ. അയ്യോ നാട്ടുകാരെ, ഈ കൊച്ചന്റെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കുന്നേ. നീ സൈക്കോ കാവ്യെ, ഒന്ന് പിടിച്ചു മാറ്റടി. കാവ്യ അതൊക്കെ കണ്ടങ്ങനെ രസിച്ചു നിന്നല്ലാതെ ഒന്ന് അനങ്ങുകൂടി ചെയ്തില്ല. അവസാനം കിരൺ തന്നെ നിലയുടെ കൈ രണ്ട് ലോക്ക് ചെയ്ത് പിടിച്ചു. ഞാൻ പറഞ്ഞ സത്യമാടി, പക്ഷെ അവൻ പറഞ്ഞ് നിങ്ങളെ ഹോസ്റ്റൽ കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യണം തന്നെയാ. എന്റെ നീലാംബരി കൊച്ചെന്നുള്ള മാത്രമേ ഞാൻ കയ്യിൽ നിന്നിട്ടുള്ളൂ. ഞങ്ങൾക്ക് ആരുടെയും സഹായമൊന്നും വേണ്ട, പ്രത്യേകിച്ച് അയാളുടെ. എന്നെ വേദനിപ്പിച്ച ദുഷ്ടനാ. എന്റെ കൈയുണ്ടോ പൂച്ചക്കുട്ടി എടുത്ത് പൊക്കുമ്പോഴാ എന്നെ അടുത്ത് അപ്പുറത്തേക്ക് മാറ്റി നിർത്തിയത്, അതും അയാളുടെ ആ മരക്കൈ കൊണ്ട്. കിരണിന്റെ പിടി പിടിപ്പിച്ചുകൊണ്ട് നില തെല്ല് പരിഭവത്തോടെ പറഞ്ഞു. ഡെയിലി ജിമ്മിൽ പോയിട്ട് നിന്റെ രണ്ടിരട്ടി വെയിറ്റ് എടുത്ത് പൊക്കുന്നവനവൻ. അപ്പൊ ഒരു പൂ പോലെ നിന്നെ അവന് തോന്നുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞു വന്ന്. എന്റെ കൈ വേദനിച്ച കാര്യം ഞാൻ പറഞ്ഞു. ജിമ്മിലെ ഷോയൊക്കെ അങ്ങയുടെ മറ്റവള് ആ കീർത്തനയോട് പോയി കാണിച്ചാൽ മതി, എന്നോട് വേണ്ട. അപ്പോഴും അവളുടെ സംസാരത്തിലെവിടെയോ ജാനോട് സങ്കടത്തോടെയുള്ള നീരസം കിരണിനും കാവ്യക്കും കാണാൻ കഴിഞ്ഞു. അത് മനസ്സിലാക്കിയ പോലെ കിരണും കാവ്യയും മുഖത്തോട് മുഖം നോക്കി. പക്ഷെ കിരണിന് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. അവന് മുന്നേ തന്നെ രണ്ടിനെയും കാര്യത്തിൽ എന്തോ ഒരു ഡൗട്ട് തോന്നിയതാ. പിന്നെ നീലാംബരി മുകുന്ദൻ എന്നും പറഞ്ഞ് നടക്കുന്നതുകൊണ്ട് ഒന്ന് പെൻഡിങ്ങിൽ വെച്ചതായിരുന്നു അവൻ. പക്ഷെ ഇപ്പോൾ കീർത്തനയെ കുറിച്ച് പറഞ്ഞപ്പോൾ നീലാംബരിലുണ്ടായ വല്ലാത്ത ഭാവം കാവ്യയിലും കിരണിലും ഒരുപോലെ സംശയമുളവാക്കി, ചെറിയൊരു അസൂയ പോലെ. അതിരിക്കട്ടെ, നീ എന്തു പറയാനാ എന്നെ ചെക്കൻ ലിഫ്റ്റ് മുമ്പിൽ തടഞ്ഞു നിർത്തിയത്? കിരൺ നിലയുടെ തോളിലൂടെ കൈ ചുറ്റി മുന്നോട്ടേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു. ആ ചോദ്യത്തിൽ നിലയൊന്ന് പകച്ചു. കാരണം ഏലസിന്റെ കാര്യം ഇവിടെ പറയാൻ പറ്റില്ലല്ലോ, കൊച്ചിന്റെ വാല് മുറി. അത് പിന്നെ അടുത്ത ആഴ്ച എനിക്ക് ലോങ് ലീവ് എടുക്കണം. വീട്ടിലൊരു പൂജ നടക്കുന്നുണ്ട്, അതിൽ പങ്കെടുക്കാനാണ്. പൂച്ചയോ? പൂച്ചയല്ല, പൂജ. എന്ത് പൂജ? കിരൺ ചോദിച്ചു. അത് പിന്നെ എല്ലാ കൊല്ലവും നടത്തുന്ന പൂജ തന്നെയാ. അത് മാത്രമല്ല കിരണേട്ടാ, പിന്നെ എന്റെയും മുകുന്ദേന്റെയും എൻഗേജ്മെന്റും ഉണ്ടാവും. അത് കേട്ടതും കിരണൊന്നും ഞെട്ടി. അവൻ തെല്ലൊരു അതിശയത്തോടെ നീലാംബരി ഉറ്റുനോക്കി. അവളുടെ മുഖത്തും വിഷാദം കലർന്നൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ഇരുകൈകളും പിണച്ചീട്ടി തന്റെ നെഞ്ചത്ത് ചായഞ്ഞുകൊണ്ട് നിലത്ത് നോക്കി മെല്ലെ നടക്കുന്നില്ലേ കിരൺ മുഖം താഴ്ത്തി നോക്കി നടന്നു. കാവ്യയുടെ മുഖത്തും സങ്കടഭാവമായിരുന്നു. കുറെ നേരം ആരും പരസ്പരം ഒന്നും മിണ്ടിയില്ല. എടോ ശിവ, എനിക്ക് നിന്റെ മകനും കിരണും ഒരുപോലെയാ. ആരായാലും ഞാൻ ഓക്കെയാണ്. പക്ഷെ ദേ ഈ ഇരിക്കുന്ന എൻ്റെ മോള് നിന്റെ മോനെ ഏതാണ്ട് യൂട്യൂബിലോ ഇൻസ്റ്റയിലോ മറ്റോ കണ്ട് നെഞ്ചി കയറ്റി നടക്കുക. ഫാമിലി ആയിട്ടും ബിസിനസ്സുകാരായിട്ടും നമ്മൾ തമ്മിൽ ഇത്രയും ബന്ധമുണ്ടായിട്ട് കൂടി അന്നൊന്നും എൻ്റെ കൂടെ വരാത്ത ഇവള് ഇങ്ങോട്ടാ ഞാൻ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ പെട്ടിയും കിടക്കെടുത്ത് കൂടെ പോകുന്നതാ. അത് ഉണ്ണിക്കുട്ടനെ കാണാൻ വേണ്ടി മാത്രം. ഒപ്പതേ എൻ്റെ കെട്ടിയോളും. ശ്രീനിവാസൻ ഒരു ചിരിയോടെ പറയുമ്പോൾ തങ്ങൾ തന്നെ നോക്കിയിരിക്കുന്ന ആവണിയെ അവരുടെ അമ്മ മാധവിയെ നോക്കി ശിവനാഥ് മേനോനൊന്ന് പുഞ്ചിരിച്ചു. നാഥിന്റെയും ശിവനാഥിന്റെയും പഴയ സുഹൃത്താണ് ശ്രീനിവാസൻ. നാഥിന്റെ തിരോധാന സമയത്ത് ശിവനാഥ് മേനോൻ ബിസിനസ് മേഖലയിലെ ശത്രുക്കളിൽ നിന്ന് അപമാനം നേരിടേണ്ടി വന്നപ്പോഴൊക്കെ ഒരു സഹോദരനെ പോലെ കൈപ്പിടിച്ചു വരുത്തിയ ശ്രീനിവാസനായിരുന്നു. അതിന്റെ കടപ്പാട് ഇന്നും മേനോൻ ഫാമിലിക്ക് അയാളോടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തലസ്ഥാനത്ത് പുതുതായി തുടങ്ങാൻ പോകുന്ന ഷോപ്പിംഗ് മാൾ പ്രൊജക്ടിൽ ഷെയർ ഇടാമോ എന്ന ചോദ്യത്തിന് മറ്റൊന്നും ചിന്തിക്കാതെ ശിവനാഥ് ഓക്കെ പറഞ്ഞു. ജാന്റെ പേരിൽ 80% ഷെയറാണ് ഇടാൻ തീരുമാനിച്ചിരുന്നത്. കിരൺ നേരത്തെ തന്നെ കൈയൊഴിഞ്ഞിരുന്നു. നാഥ് അപ്പാരൽസ് തന്നെ അവന് വല്ലാത്ത ബാധ്യതയാണ്. അപ്പോഴാണ് ഷോപ്പിംഗ് മാൾ കൂടി. ശിവനാഥ് ആവണിയെ നോക്കി. അല്പം തടിച്ചിട്ടാണ്, ഇരുനിറം, ശരീരം പ്രദർശിപ്പിക്കും പോലെ ഇറുകിയൊരു ഗൗണാണ് വേഷം. മുട്ടിന് മുകളിൽ വരെ തട്ടി നിൽക്കുന്ന കറുത്ത ഷോർട്ട് ഗൗണ്. മുഖത്ത് ഓവർ മേക്കപ്പ് കൂടി കണ്ടപ്പോൾ ശിവനാഥ് ജാന്റെ മുഖം ഒന്ന് സ്മരിച്ചു പോയി. ഈ കൊച്ചിനെ കെട്ടണമെന്നെങ്ങാനും പറഞ്ഞ ആദ്യം തന്നെയാവും സ്വർഗലോകത്തേക്ക് അയക്കുന്ന ഓർത്തുകൊണ്ട് ശിവനാഥ് ആവണിയോട് ചോദിച്ചു. മോൾ എന്ത് ചെയ്യുവാ? ഞാൻ ഫാഷൻ ഡിസൈനിങ് ആണെങ്കിൽ പിന്നെ അത്യാവശ്യം മോഡലിംഗ് ചെയ്യുന്നുണ്ട്. മുംബൈയിലായിരുന്നു. അപ്പോഴാണ് നാഥ് അപ്പാരൽസിന്റെ ആഡ് കണ്ടത്. പേഴ്സണലി എനിക്ക് നിങ്ങളാരെയും പരിചയമൊന്നുമില്ലായിരുന്നു. നാട്ടിൽ സെറ്റിൽ ആകുമ്പോൾ പപ്പ നിർബന്ധിച്ചുകൊണ്ട് കേരളത്തിൽ വന്നു. അതിനു മുന്നേ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ജയ് ശിവനാഥ് മേനോനെ ഞാൻ കണ്ടിരുന്നു. കൂടെ വർക്ക് ചെയ്യണമെന്ന് അന്ന് മുതലേ ആഗ്രഹം ഉണ്ടായിരുന്നു. നാഥ് അപ്പാരൽസ് അങ്കിളുടെ ആണെന്ന് ഞാൻ അപ്പോഴാണ് അറിയുന്നത്. വിവാഹകാര്യം പറഞ്ഞ് പപ്പയും മമ്മിയും നിർബന്ധിച്ചപ്പോൾ ഞാൻ തന്നെയാ ജാനുള്ള എൻ്റെ താല്പര്യം വീട്ടിൽ പറഞ്ഞു. ശിവനാഥ് എല്ലാം കേട്ടങ്ങനെ ഇരുന്നു. മോളെ, നാഥ് അപ്പാരൽസ് എൻ്റെ അല്ല, കിരണിൻ്റെയാ. പിന്നെ ജാൻ വിവാഹക്കാര്യം പറയുന്ന അവന് ദേഷ്യ. കിരണിനെ എങ്ങനെയും പറഞ്ഞു നിർത്താം. പക്ഷെ ഉണ്ണിക്കുട്ടൻ അവൻ നാഥിൻ്റെ സ്വഭാവ. ശ്രീനിക്കറിയാലോ, ചെറുപ്പം മുതലേ അവൻ അങ്ങനെയാ. അവൻ്റെ എല്ലാ വാശിയും ഞങ്ങൾ സാധിച്ചും കൊടുക്കാറുണ്ട്. കാരണം വാശിക്കാരനാണെങ്കിലും നേരും നെറിയും വിട്ട് അവനൊന്നും ചെയ്തിട്ടില്ല. അവൻ്റെ വാശിക്ക് പോലും ഒരു സത്യസന്ധത കാണും. കിരണിനെയും ഉണ്ണിക്കുട്ടിനെയും ഞങ്ങൾ അങ്ങനെയാ വളർത്തിയത്. എൻ്റെ മക്കളായതുകൊണ്ട് പറയല്ല, മിടുക്കന്മാരാ. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഒരക്ഷരം മിണ്ടാതെ കുടിലത നിറഞ്ഞ മനസ്സുമായി പാവത്തെ പോലെ മാധവി ഇരുന്നു.
തന്റെ മകൾ ആശിച്ചവൻ വെറും ഒരു സാധാരണക്കാരനിൽ നിന്നും ഒരു കോടീശ്വരനാണെന്ന് ഇപ്പോഴാണ് അവർ മനസ്സിലാക്കിയത്. കാരണം തന്റെ ഭർത്താവിന്റെ ബിസിനസ് കാര്യങ്ങളിൽ അവർക്കൊരു താല്പര്യമില്ലായിരുന്നു. അയാൾ എവിടെ പോകുന്നതെന്നോ ആരോട് ഇടപഴകുന്നതെന്നോ അവർ നോക്കാറില്ല. ഭർത്താവിന്റെ പണത്തെ മാത്രം സ്നേഹിച്ച ആർഭാടം വിളിച്ചു പോകുന്ന രൂപമുള്ളൊരു സ്ത്രീ തന്റെ മകളുടെ ഭാവി വരൻ ആരാണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇറങ്ങി തിരിച്ചു പോലും. അല്ലാതെ ബിസിനസ് പരമായിട്ട് മീറ്റിംഗ് കൂടാൻ വന്നില്ല. അതിന് മാത്രം അറിവോ പഠിപ്പോ ഒന്നും അവർക്ക് ഇല്ലതാനും. ജാന്റെ കാർ മാൻഷൻ ലക്ഷ്യമാക്കി ചീറിപ്പാഞ്ഞു. ശിവനാഥ മേനോനും സുഹൃത്ത് ശ്രീനിവാസനും ഫാമിലിയും ജാൻ വരാൻ ലേറ്റ് ആയതുകൊണ്ട് മാൻഷനിലാണ് ജാനെ കാത്തുനിന്നത്. അവന്റെ കാർ ഗേറ്റ് കടന്നു. ഗാർഡനിലിരുന്നവർ അവിടേക്ക് നോക്കി. അവൻ വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞൊന്നും തൽക്കാലം ഉണ്ണിക്കുട്ട് അറിയണ്ട. വിവാഹകാരം കേൾക്കുമ്പോഴേ അവന് ദേഷ്യ. പിന്നെ ശ്രീനി, നിന്നോട് ഞാൻ ഒരിക്കൽ കൂടി പറയുക, ഈ ഇരിക്കുന്നത് നിന്റെ മോൾ ആവണി അവൻ റിജക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ എൻ്റെ മകനായതുകൊണ്ട് പറയല്ല, ദേഷ്യത്തിൽ PhD എടുത്തവനാ ഞാൻ ഒരിക്കൽ കൂടെ ഒന്ന് ഓർപ്പിച്ചു എന്നേ ഉള്ളൂ. ശിവനാഥ് പറയുന്ന കേട്ട് ശ്രീനിവാസനൊന്ന് ചിരിച്ചു. ആവണിയിലൊരു നിരാശ നിറഞ്ഞു. എങ്കിലും ജാൻ ആദ്യമായി നേരിട്ട് കാണുന്നതിന്റെ എക്സൈറ്റ്മെന്റിലായിരുന്നു ആവണി. ജാന്റെ കാർ പോർച്ചിൽ നിർത്തിയതും എല്ലാവരും ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് മാൻഷന്റെ മുന്നിലേക്ക് നടന്നു വന്നു. ആവണി കാറിലേക്ക് ഉറ്റുനോക്കി നിന്നു. എയർപോർട്ട് വഴി ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് ജാൻ കാറിൽ നിന്ന് ഇറങ്ങിയത്. കുറച്ചകലെ മാൻഷന്റെ മുന്നിൽ നിന്ന് തന്നെ നോക്കുന്നവരെ അവൻ ശ്രദ്ധിച്ചില്ല. തന്റെ ബ്ലേസർ ഊരി കാറിന്റെ പുറത്ത് വെച്ച് ഇൻസേർട്ട് ചെയ്ത ഷർട്ട് നിവർത്തിയിട്ട് ഷർട്ടിന്റെ സ്ലീവ് ചുരുട്ടി മുകളിലേക്ക് കയറ്റുന്നതിനോടൊപ്പം ആരോടോ സംസാരിക്കുന്നുണ്ട് അവൻ. തികച്ചു എക്സിക്യൂട്ടീവ് ലുക്കിൽ നിന്നും കാഷ്വൽ ഹോട്ട് ലുക്കിലേക്ക് അവൻ മാറിയത് കാണി കണ്ണ് തള്ളി നിൽക്കുകയാണ് ആവണിയും മാധവിയും. ശിവനാഥ് മേനോൻ ആവണിയൊന്ന് ചൂഴി നോക്കി. ശേഷം ജാനയും, ഇവൻ ഇതെന്ത് കാണിക്കുക? റൂമിൽ കയറിയിട്ട് ചെയ്താൽ പോരെ ഇതൊക്കെ. കണ്ണി കണ്ട പെൺപിള്ളേരുടെ ദൃഷ്ടി മൊത്തം ഈ ചെക്കനേരെന്ന് വാങ്ങും. എന്നിട്ടെന്താ, ആരോ പറഞ്ഞ പോലെ ഇവിളെയും കുതിപ്പിച്ച് കടന്നുകളയാന്നും പറഞ്ഞ് ഇവനൊരു പോക്കാവും. ഇതുപോലെ ആറ്റിറ്റ്യൂഡ് കാട്ടി എത്ര പെൺപിള്ളേരെ ഇവൻ കുതിപ്പിച്ചിട്ടുള്ളത്. തടി കേടാവാൻ എൻ്റെ ജന്മം ബാക്കി. പുള്ളിക്കാരൻ മനസ്സിലായി ഓർത്തേ ഉള്ളൂ, പുറത്തു പറയാൻ പറ്റില്ലല്ലോ. ജാൻ മുന്നോട്ട് വന്നപ്പോഴാണ് തന്നെ ഉറ്റുനോക്കുന്നവരവൻ കണ്ടത്. സംസാരിച്ചുകൊണ്ടിരുന്ന കോൾ കട്ട് ചെയ്ത് അവൻ അവർക്കടുത്തേക്ക് നടന്നു. ശ്രീനിവാസനെ ജാന് നല്ല പരിചയമുണ്ട്. അവനെ ആൾക്ക് നേരെ കൈനീട്ടി ഷേക്ക് ഹാൻഡ് ചെയ്തു. അയാൾ തന്റെ ഭാര്യയും മകളെയും പരിചയപ്പെടുത്തി. മോനെ, ഇതെന്റെ ഭാര്യ മാധവി ശ്രീനിവാസൻ, ഇതെന്റെ മകൾ ആവണി ശ്രീനിവാസൻ. ഒരു മകൻ കൂടിയുണ്ട് കേട്ടോ, ആദിത്യൻ. വന്നിട്ടില്ല. ജാൻ ഇരുവരെയും നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഓർക്കാപ്പുറത്താണ് ആവണി ജാനെ ഹഗ് ചെയ്ത്. അവനത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. നിറഞ്ഞ മാറിടങ്ങൾ അവന്റെ നെഞ്ചിലമർത്തി അവൾ അവനെ കെട്ടിപ്പിടിച്ചു. നുരഞ്ഞേറിയ ദേഷ്യം അവന് ഉള്ളിലൊതുക്കി. ശിവനാഥ് മേനോനെ നോക്കി. ഈശ്വര! അയാൾ അടുത്തുള്ള തൂണിലെ ചിത്രപ്പണികൾ നോക്കി അങ്ങനെ മുഖം വെട്ടിച്ചു നിന്നു. എന്തു മനോഹരമായ ചിത്രപ്പണികൾ! കൊള്ളാം. വാസ്തുവാ, വാസ്തു. എപ്പോഴും ഇടം കണ്ടിട്ട് ജാന നോക്കുമ്പോൾ അവൻ തന്നെ തുറിച്ചു നോക്കുന്ന കണ്ട് വീണ് തലതിരിച്ചു കളഞ്ഞ ശിവനാഥ് മേനോൻ. മായയും ലാവണിയും ശശിധരന്റെ വായിൽ നോക്കിയിരിക്കുകയാണ്. മേൽമംഗലം മനയിൽ പോയി വന്നതിൽ പിന്നെ അയാളുടെ വായ അടഞ്ഞിട്ടില്ല. ദത്തനും കൽപ്പനയും താടിക്ക് കൈയും കൊടുത്ത് അങ്ങനെ ഇരുന്നു. മുകുന്ദൻ വരുന്ന വഴി കള്ള് ഷാപ്പിൽ ഇറങ്ങി. ഇനി തിരികെ വരാൻ പാതിരിയാവും. എന്നാലും എൻ്റെ അളിയൂ, പെണ്ണ് കയ്യിന്ന് പോയല്ലോ. എന്തൊക്കെയായിരുന്നു? കെട്ടിക്കഴിഞ്ഞാ തറവാട് സ്വന്താക്കുന്നു, പൊളിച്ചു വിൽക്കുന്നു, പുതിയ വീട് വെക്കുന്നു. അവസാനം ആ നീലാംബരിയെ കളഞ്ഞിട്ട് എൻ്റെ മകൾ ലാവണിയെ മുകുന്ദം കെട്ടുന്നു. എല്ലാം ദേ കിടക്കണ്. രണ്ടിന്റെയും പൊരുത്തം നോക്കാതെ ആ പെണ്ണിന്റെ ജാതകം മാത്രം നോക്കി അളിയനെ പറഞ്ഞാൽ മതിയല്ലോ. ദത്തൻ പുച്ഛിക്കുന്ന പോലെ ശശിധരൻ നോക്കി പറഞ്ഞു. കളിയാക്കാൻ വരട്ടെ, പറ്റിപ്പോയി. 2 ദിവസം പൂജ കഴിയട്ടെ. വഴി വല്യംപൂരി എന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാ ഈ ശശിധരനെ എങ്ങനെയാണല്ലോ നടത്തിയിരിക്കും. ഇതും അങ്ങനെ തന്നെയാ. നീലാംബരിയിൽ ഒരു പരീക്ഷണം നടത്താന്നാ വല്യംപൂരി പറഞ്ഞ്. ശശിധരൻ പറയുന്നിട്ട് സംശയത്തോടെ ദത്തൻ ചോദിച്ചു. എന്ത് പരീക്ഷണം? ശശിധരൻ മായയിൽ ലാവണിയെ നോക്കി. എന്ത് കേൾക്കാനാടി വായുമ്പോളന്നിരിക്കുന്ന രണ്ടും? കേറി പോരിടത്ത്. ശശിധരന്റെ അലർച്ചയിൽ രണ്ടും എഴുന്നേറ്റ് അകത്തേക്ക് ഓടി. അവര് പോയതും ശശിധരനും ദത്തനും കൽപ്പനയും വട്ടം കൂടി അടുത്തിരുന്നു. നിങ്ങൾ എന്താ കാര്യം പറ മനുഷ്യ? കൽപ്പനയുടെ ക്ഷമ നശിച്ചു. വല്യംപൂരി പറഞ്ഞതാ, നീലാംബരിയുടെയും മുകുന്ദന്റെയും ജാതകം തമ്മിൽ ചേരില്ല. വിവാഹം നടക്കാൻ പാടില്ല. ജാതകപ്രകാരം മുകുന്ദന്റെ മരണം ഉറപ്പാണ് പോലും. ഈശ്വരാന്റെ കുട്ടി, ആ ഉരുമ്പട്ടുള്ളൂ മുടിഞ്ഞു പോകത്തേ ഉള്ളൂ. കൽപ്പന നെഞ്ചിൽ കൈവച്ചു. പതുക്കാലറടി. കള്ളിച്ചാപ്പ് പോയ 4 കാല് കേട്ടോണ്ട് കയറി വന്നാ എല്ലാം പൊളി. ഓ എന്റെ അളിയ, നിങ്ങൾ കാര്യം പറ. ചുമ്മാ അത് ഇതും പറഞ്ഞ് സമയം കളയാതെ. അത് ചില ദോഷങ്ങൾ അങ്ങനെയാ. വേണമെങ്കിൽ താലിയിട്ടടുത്ത് ഒരുമിച്ച് ജീവിച്ചു തുടങ്ങാം. വിവാഹം രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. പക്ഷേ ഇവരുടെ കാര്യത്തിൽ അവരുടെ ദേഹത്ത് പോലും ഒന്ന് സ്പർശിക്കാൻ പാടില്ല പോലും. ചുരുക്കി പറഞ്ഞ സദ്യ വിളമ്പി വെച്ചിട്ട് വെറുതെ നോക്കിയിരിക്കണം. പിന്നെ ഒരു പരിഹാരം പറഞ്ഞു. പെണ്ണിന്റെ ജാതകം ആരുമായിട്ടും ചേരില്ല. അതുകൊണ്ട് തറവാട്ടിൽ പൂജ അടക്കുമ്പോൾ പരിഹാരക്രിയ കൂടി ഒരുമിച്ച് നടത്തണമെന്ന്. എല്ലാം കഴിയുമ്പോൾ അവളുടെ ദോഷമെല്ലാം മാറിയോന്ന് ഒന്ന് പരീക്ഷിച്ച് നോക്കണത്രേ. പരീക്ഷണോ? അതെന്താ? ദത്തൻ വായ തുറന്നു. പെണ്ണിന്റെ കന്യകാത്വം
ആദ്യം ചാത്തന് കൊടുക്കണമെന്ന്. അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു പുരുഷൻ അവളെ പ്രാപിക്കണം. അയാൾക്ക് ജീവൻ ആപത്തൊന്നും സംഭവിച്ചില്ലെങ്കിൽ മുകുന്ദനൊന്നും സംഭവിക്കില്ല. പൂജ ഫലിച്ചു എന്ന് കണക്കാക്കാം. ദത്തനും കൽപ്പനും വായ പൊളിച്ചു. അളിയ ചാത്തന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യം വല്ലതും ആണോ? അതൊരു ദൈവമല്ലേ? അപ്പൊ നീലാംബരിയുടെ മുമ്പിൽ ദൈവം വരുന്നാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതൊക്കെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാ. എന്റെ ദത്ത, നീ ഇതെന്തറിഞ്ഞിട്ടാ? അനിരുദ്ധം വല്യംപൂരി ആരാന്നാ? സ്വന്തം ദേഹത്തിൽ ചാത്തനെ വരെ പ്രവേശിപ്പിക്കാൻ കഴിവുള്ള ആൾ ദൈവം അദ്ദേഹം. ചാത്തന് അവളുടെ കന്യകാത്തം കൊടുക്കാന്ന് വെച്ചാ പെണ്ണിനെ വല്യംപൂരിക്ക് കൊടുക്കാന്ന് തന്നെ. ശശിധരന്റെ വാക്കുകൾ കേട്ട് ദത്തൻ ചിരിച്ചുകൊണ്ട് താളത്തിൽ തലയാട്ടി. കാരണം അയാൾക്ക് എന്തൊക്കെയോ പിടികിട്ടി. അളിയോ, ഈ നമ്പൂതിരി നമ്മുടെ നീലാംബരിയെ കണ്ട് വല്ലാതെ മോഹിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴല്ലേ കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായത്. ഈ ജാതകദോഷവും പുല്ലുമല്ല അയാളുടെ പ്ലാനിങ്ങാ. പെണ്ണിനെ ആദ്യം അയാൾക്ക് അനുഭവിക്കാനുള്ള തന്ത്രം. മുകുന്ദനെങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ, തന്തയാണെന്നൊന്നും നോക്കില്ല, ആദ്യം അളിയനവൻ തട്ടും. ഭദ്രയുടെ കാര്യം ഏതാണ്ട് ഇതുപോലൊക്കെ ആയിരുന്നില്ലേ? പക്ഷേ അവള് വയറ്റിലുണ്ടാക്കിയതുകൊണ്ട് പ്ലാൻ ചീറ്റിപ്പോയി. ദത്താ, നീ ആരെ ഈ കളിയാക്കുന്നു? വല്യംപൂരികൾ ആരാന്ന് എനിക്ക് ഞാൻ പറഞ്ഞു തരണോ? പണ്ട് നടന്നൊക്കെ ഈ മറന്നോ? പണ്ടത്തെ പോലെയാണിപ്പോ. പണ്ടൊക്കെ ഓരോ പൂജക്കും സത്യം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഈ ഫോണിലൂടെ വരെ ഹോമം ചെയ്യുന്നവരാ പലരും. പിന്നെ മേൽമങ്കര മലയിൽ ഇപ്പോൾ ഉള്ളവരൊക്കെ ഇളമുറക്കാരാ. ഈ അനിരുദ്ധന്റെ അച്ഛൻ നമ്പൂതിരിയല്ലേ വർഷങ്ങൾക്ക് മുമ്പ് ഭദ്രയുടെ രഹസ്യക്കാരന്റെ പ്രേതത്തെ തളച്ച് അയാൾ ചത്തപ്പം മകൻ ഈ അനിരുദ്ധൻ സ്ഥാനം ഏറ്റെടുത്തു. കേട്ടിടത്തോളം പെണ്ണുപിടിയനാവൻ 60 ആള് പെങ്ങളിരിക്കുന്നു. ഞാനൊന്നും പറയുന്നില്ല. 60 പെണ്ണുപിടിക്കാത്ത ആളല്ലേ ഈ പറയുന്നത്? ശശിധരൻ ദത്തിനെ പുച്ഛിച്ചള്ളി. ഒന്ന് മതിയാക്കുന്നുണ്ട് രണ്ടാളും. എനിക്ക് എന്റെ മോന്റെ ജീവനാ വലുത്. ആരെ കൊന്നിട്ടാണെങ്കിലും കൂട്ടിക്കൊടുത്തിട്ടാണെങ്കിലും എന്റെ മോന്റെ ജീവൻ രക്ഷിക്കണം. അവൾ എന്നേക്കും മുകുന്ദന്റെ ഭാര്യയായിട്ട് വാഴിക്കാനൊന്നല്ലല്ലോ. ആ ദുശകരത്തെ എന്റെ മോന്റെ തലയിൽ കെട്ടിവെക്കുന്ന എനിക്ക് ഓർക്കാനേ വയ്യ. പിന്നെ ആ തറവാടും സ്വത്തെല്ലാം കണ്ടിട്ടാ ഞാൻ അവന്റെ ഇഷ്ടത്തിന് കൂട്ടു നിൽക്കുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ എവിടെയെങ്കിലും കൊണ്ട് തള്ളണം. തളയും മോളയും എല്ലാം വിറ്റുപെറുക്കി നശിച്ച നാട് വിട്ട് പട്ടണത്തിൽ പോയി താമസിക്കണം. എന്റെ മോന്റെ പെണ്ണ് എന്നും നമ്മുടെ ലാവണിന്യാ. അവൾക്കാവുമ്പോൾ എന്റെ മോന്റെ സ്വഭാവം നല്ല പോലെ അറിയാം. അല്ലാതെ ഒരു ജാതകദോഷക്കാരിയെ തലയിൽ ചുമക്കാൻ ഇനി എനിക്കോ എന്റെ കുട്ടിക്കോ പറ്റില്ല. കൽപ്പന അവരുടെ അവസാന തീരുമാനം അറിയിക്കുന്നതിനോടൊപ്പം ശശിധരന്റെ തീരുമാനത്തിനോട് യോജിക്കുന്ന മറുപടിയും കൊടുത്തു. അല്ലളിയ, അനിരുദ്ധം പറയുന്ന മുകുന്ന കേട്ടില്ലേ? എങ്ങനെ കേൾക്കാനാ? ചെക്കൻ അവിടെ ഇട്ട് നല്ലോണം അപമാനിച്ചു അദ്ദേഹം. അപ്പോഴേ ചാടിത്തുള്ളി ഇറങ്ങിപ്പോയി. അതൊരു അനുഗ്രഹമായി. ഇതൊന്നും കേൾക്കേണ്ടി വന്നില്ലല്ലോ. അപമാനിക്കേ? എന്തിനാ മുകുന്ദൻ അവനെ അപമാനിച്ച്? എന്താ ദത്താ ഇത്? വല്യംപുരിയായി പോയി അവൻ ഇവനെന്നൊക്കെ. മുകുന്ദനും അങ്ങനെയൊക്കെ അദ്ദേഹത്തെ അവിടെ വെച്ച് കുറ്റം പറഞ്ഞ് അതും ഞാൻ കേൾക്കാൻ മാത്രമായി. പക്ഷേ എന്താ ഉണ്ടായെന്നോ? അദ്ദേഹത്തിന്റെ ചെവിയിൽ ഓതിക്കൊടുത്തു പിശാചിക്കള്. പ്രേയത്തെ കണ്ട പോലെയായിരുന്നു ശശിധരന്റെ സംസാരം. മതിയാ കളി. അത്രയും സന്ധ്യ നേരത്തെ കേട്ടിട്ട് എന്നെ പേടിയാവും. അപ്പൊ എന്താ തീരുമാനിച്ച്? വല്യംപൂരിക്ക് നീലാംബരി എറിഞ്ഞു കൊടുത്തിട്ട് പിന്നെ ആർക്കാ പരീക്ഷിക്കാൻ കൊടുക്കുന്നത്? ജീവന്റെ പ്രശ്നമായി പോയി. ഇല്ലെങ്കിൽ ഞാനൊരു കൈ നോക്കിയേനെ. കുലുങ്ങിയുള്ള ദത്തന്റെ കൊലച്ചിരി ആ ചെറിയ വീടിന്റെ ഉമ്മറത്ത് മുഴങ്ങി കേട്ടു. എല്ലാം ഇത്രയിടം വരെ ആയ സ്ഥിതിക്ക് അതിനും ആള് കിട്ടും. അതപ്പൊ നോക്കാം. മുകുന്ദനോട് എന്ത് സമാധാനം പറയും? ആദ്യ രാത്രി പെണ്ണ് കന്യകയില്ലെന്ന് അറിയുമ്പോ അവൻ അവളെ കൊല്ലും, അല്ലെങ്കിൽ അടിച്ച് നാശാക്കും. കൽപ്പന ഇരുവരെയും മാറി മാറി നോക്കി. എറണാകുളത്തൊക്കെ പോയി ജോലി നോക്കിയവളല്ലേ? അവിടെ വല്ലവനെയും കൂടെ കിടന്നാവെന്ന് പറഞ്ഞത് അടിയപ്പ. അല്ലാതെ ഈ കാര്യങ്ങളൊന്നും മുകുന്ദൻ അറിയാൻ പാടില്ല. അല്ലെങ്കിൽ തന്നെ അവൻ അനുഭവിക്കാൻ യോഗമുണ്ടോ ഇല്ലയോ എന്ന് ആര് കണ്ടു? ഇത്രയൊക്കെ ചെയ്തിട്ട് അവളുടെ ദോഷം മാറിയില്ലെങ്കിൽ മുകുന്ദൻ അറിയാതെ അവളെ വല്യംപൂരിയുടെ തറവാട്ടിക്കൊണ്ട് നടക്കിരുത്താൻ പറഞ്ഞിട്ടുണ്ട് തിരുമേനി. പിന്നെ അവളുടെ കാര്യം അദ്ദേഹം നോക്കിക്കോളും. കല്യാണത്തിന്റെ ഡേറ്റ് കുറിച്ച് ആ ദിവസം തന്നെ ഭദ്രയുടെ അച്ഛൻ്റെ ഒപ്പ് വാങ്ങിച്ചെടുക്കണം. അത് കഴിഞ്ഞാൽ കെട്ട് നടത്തണോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കും. ശശിധരൻ ഒരു ഭ്രാന്തനെ പോലെ അട്ടഹസിച്ചു. എങ്ങനെയുണ്ട്? റൂം ഇഷ്ടമായോ? എന്നാലും കുറച്ചാൾ നിങ്ങളിവിടെ താമസിക്കും. അതുവഴി നമുക്ക് ചെറിയ വീട് വല്ലതും കിട്ടുമോ നോക്കാം. പിന്നെ ഫ്ലാറ്റ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ കേൾക്കില്ലല്ലോ രണ്ടെണ്ണം. ഞാനിപ്പോഴും നിങ്ങൾക്ക് അന്യനാണോ പിള്ളേരെ? കിരൺ കാവ്യയും നിലയും നോക്കിയാണ് ചോദിക്കുന്നത്. എൻ്റെ പൊന്നി കിരണേട്ടാ, എന്തൊക്കെ ഈ പറയുന്നത്? ഫ്ലാറ്റ് എടുക്കാനുള്ള വരുമാനം ഞങ്ങൾക്കില്ല. അത് കേട്ട് കിരൺ നിലയം തുറിച്ചു നോക്കി. ഓക്കെ കിരണേട്ടൻ തന്നെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. ശരിയാ, പക്ഷെ വീട്ടുകാരുടെ എന്ത് പറയും? ഇവിടെ അമ്മയും എൻ്റെ ശശിധരമാമ്മ ഞങ്ങളെ കൊല്ലും. ഞങ്ങൾക്ക് ഹോസ്റ്റൽ മതി, വീടോ ഫ്ലാറ്റോ ഒന്നും വേണ്ട. പിന്നെ കിരണൊന്നും പറയാൻ നിന്നില്ല. മേനോൺസ് ഫാമിലിക്ക് പരിചയമുള്ളൊരു ഹോസ്റ്റലായിരുന്നു അത്. ഓഫീസിൽ നിന്ന് 1 കിലോമീറ്റർ മാറിയാണ് ഹോസ്റ്റലുള്ളത്. വേണമെങ്കിൽ നടന്നു വേണമെങ്കിൽ ഓഫീസിലെത്താം. ഹോസ്റ്റൽ അന്വേഷണം നടക്കുന്ന കാര്യം നേരത്തെ അറിയിക്കാത്തതിന് കിരണിന്റെ കയ്യിൽ നിന്ന് രണ്ടാളും നല്ലപോലെ തല്ലുകൊണ്ട്. പഴയ ഹോസ്റ്റലിൽ പോയി സാധനങ്ങൾ പാക്ക് ചെയ്ത് രണ്ടാളെയും പുതിയ ഹോസ്റ്റലിൽ എത്തിച്ചതും കിരൺ തന്നെയാണ്. നിർമ്മലാമ്മയുടെ എഴുതി ഒപ്പിടാൻ കൊടുത്ത പേപ്പർ കിരൺ വാങ്ങി വലിച്ചു കയറി അവരുടെ മുഖത്ത് ഊതിപ്പറത്തി 2 ഡയലോഗും കാച്ചി. ഒരാണും പെണ്ണും ഒരുമിച്ചിരുന്നാലോ യാത്ര ചെയ്താലോ അതിനെ മറ്റൊരർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്ന നിങ്ങളെപ്പോലുള്ളവർ ഈ ഭൂമിക്ക് തന്നെ ഭാരമാണ്. പിന്നെ നിങ്ങളുടെ തന്നെ സ്വഭാവമാണ് നിങ്ങൾക്ക് ചുറ്റും കാണുന്നത്.
അതുകൊണ്ട് അമ്മച്ചി സദാചാരം വിളമ്പി ഇവിടെ ഇങ്ങനെ ഇരുന്നോ? രാത്രി കാമുകം വരുമ്പോൾ മതിലടിപ്പി ആ ഗേറ്റ് തുറന്ന് മറത്തിട്ടോ. പിന്നെ ഇതിന്റെ വാശിക്ക് എന്റെ പിള്ളേരെ നേർക്ക് നിങ്ങളുടെ കണ്ണുപോലും എത്തരുത്. മേനോ ഫാമിലിയെ കുറിച്ച് അറിയാലോ അല്ലേ? അറിയില്ലെങ്കിൽ എറണാകുളം സിറ്റിയിൽ ഒന്ന് അന്വേഷിച്ചേക്ക്. അവിടുത്തെ കിരണിന്റെ പിള്ളേരായത്. കിരൺ നാഥുമേനോന്റെ പിള്ളേര്. നീല ക്ലാപ്പ് അടിച്ചുകൊണ്ട് കിരണിന്റെ കയ്യിൽ തൂങ്ങി. കാവ്യവൻ തുറിച്ചു നോക്കി. ഇല്ല, ഇതും കടന്നു പോകും. ഞാനിതൊക്കെ എത്ര കണ്ടതാ. ഹോസ്റ്റൽ ഗേറ്റ് കടന്ന് കിരൺ കാറിനടുത്തേക്ക് ഓടിത്തള്ളി. ഈശ്വര, രക്ഷപ്പെട്ടു. മേനോൺസ് ഫാമിലി പോലും ചിരിക്കാത്തവർ ഇക്ലിയിട്ട് ചിരിപ്പിക്കുന്ന ടീംസാണ് അവിടെ ഉള്ളത്. പിന്നെ ആകെ തലയിൽ തളം വെക്കാത്ത ജാനു മാത്രമാണ്. വേഗം വന്ന് വണ്ടി കയറി പിള്ളേരെ. ആ തള്ള നാട്ടുകാരെ വിളിച്ചുകൂട്ട് മുമ്പ്. നീലാംബരി ആകെ പകച്ചിന്ന് പോയി. ഇനി ഇതുപോലെയുള്ള സാധനങ്ങൾ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു അവൾക്ക്. കാവ്യക്ക് ഇത് പിന്നെ ശീലായി. ചെക്കൻ്റെ ജാലവിദ്യകൾ നേരത്തെ അവൾ കണ്ടിട്ടുള്ളതാ. അതേസമയം തറവാട്ടിൽ തനിക്കെതിരെയുള്ള ഗൂഢാലോചനയൊന്നും അറിയാതെ നീലാംബരി അവരോടൊപ്പം സന്തോഷമായിരുന്നു. തനിക്ക് സംഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങൾ അറിയാതെ. കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.